സത്യമായി നമ്മുടെ ഗോവിന്ദൻ മാഷിന് ഈ പാർട്ടി വലിയ ഹെവി വർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇരിക്കപ്രതിയില്ലാത്തവരെ ജോലിയാണ്, ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരിക. എത്രയെത്ര കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത്. ക്യാപിറ്റൽ പണിഷ്മെന്റ്, തിരുവനന്തപുരം സമ്മേളനത്തിലെ പ്രസംഗം മുതൽ ഇവ നമ്മുടെ EP ജയരാജന്റെ വൃദ്ധസദനം പൂട്ടിയത് വരെയുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറിക്ക് വിശദീകരിക്കേണ്ടി വരിക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് മരുന്നില്ല, ഉപകരണങ്ങളില്ല. പാർട്ടിക്കാരനായ ഒരു ഡോക്ടർ തന്നെ പരാതിപ്പെടുക. ഉടനെ മന്ത്രി പറയുന്നു സിസ്റ്റത്തിന്റെ തകരാറാ. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ തകരാറിനെ കുറിച്ച് പ്രത്യയശാസ്ത്രപരമായിട്ട് വ്യാഖ്യാനിക്കണമല്ലോ. അത് നമ്മുടെ ഗോവിന്ദൻ മാഷ് അല്ലാതെ പിന്നെ ആരാ ചെയ്യുക? മെഡിക്കൽ കോളേജിൽ കെട്ടിടം താഴോട്ട് വീഴുന്നു. ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ, ചാണ്ടിയുമ്മനും മറ്റും പറഞ്ഞപ്പോ അത് 2 മന്ത്രിമാരെ നിരാകരിക്കുക, അവരെ പണി നോക്കാൻ പറയുക. പക്ഷെ അവസാനം അതിന്റെ അടിയിൽ ഒരു സ്ത്രീ പെട്ടുപോയിരുന്നു. ഇത് വിശദീകരിക്കണ്ടേ, ന്യായീകരിക്കണ്ടേ? RSകാരെ കേരളത്തിലൊരു സെമിനാർ നടക്കുന്നു. എന്താണ് അതിന്റെ പേര്? ജ്ഞാനസഭ. ജ്ഞാനസഭ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുക. അപ്പൊ അതിലെ കേരളത്തിലെ VCമാരെ ക്ഷണിച്ചിട്ടുണ്ട് അത്രേ. അപ്പൊ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുക, ആർക്കെങ്കിലും പോകണമെങ്കിൽ പോകാമെന്ന്, ഒരു തടസ്സവുമില്ല, ഒരു ഗ്രീൻ സിഗ്നൽ, പച്ചക്കൊടിയം കാട്ടുക, പോകുന്നവർക്ക് പോകാം. ഉടനെ പാർട്ടി പറയുക, അല്ലെ പാർട്ടി സെക്രട്ടറി പറയുക, അത് ശരിയല്ല, RSSകാർ നടത്തുന്ന ഈ പരിപാടിയിൽ VCമാര് പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ ഇത് ന്യായീകരിക്കണ്ടേ, വിശദീകരിക്കണ്ടേ? മന്ത്രി ഒരു വഴിക്കൊന്ന് പറയുന്നു, പാർട്ടി സെക്രട്ടറി വേറൊന്ന് പറയുന്നു. ഇതിലേതാ ശരി? പാർട്ടിയുടെയും സർക്കാരിന്റെയും നയം രണ്ടും രണ്ടാണോ? അപ്പൊ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അത് നാട്ടുകാരെ മനസ്സിലാക്കത്തക്ക രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ഒരു ജോലി, ഭാരിച്ച ജോലി. ഇപ്പൊ ഏറ്റവും അവസാനം ഗോവിന്ദസ്വാമി ജയിലിൽ നിന്ന് ചാടിപ്പോയി. ഏത് ജയില്? കണ്ണൂർ സെൻട്രൽ ജയില്, നമ്മുടെ സ്വന്തം ജയിലാ. അവിടുത്തെ ഉപദേശ സമിതിയിലെ അംഗമാരാ നമ്മുടെ B ജയരാജൻ. അദ്ദേഹത്തെ വളരെ മനഃപൂർവ്വം വെച്ചിരിക്കുന്നതാ, അല്ല ചുമ്മാ വെച്ചൊന്നുമല്ല. അവിടെ CPMകാരായ പ്രതികള് അല്ലെങ്കിൽ തടവുകാര് പറയുന്നതനുസരിച്ചിട്ടാണ് ഈ ജയില് പ്രവർത്തിക്കുന്നത് തന്നെ. ഷെടാ, അംഗപരിമിതിയുള്ള ഈ ഗോവിന്ദസ്വാമി ഒരു കൈ മുട്ടിന് താഴെ മുറിച്ചതാണ്. അയാൾ എങ്ങനെയാണ് 20-30 മീറ്റർ ഉയരമുള്ള മതിൽ ചാടി രക്ഷപ്പെടുന്നത്? അയാളുടെ സെല്ലിലെ കമ്പി എങ്ങനെയാണ് അയാള് ബ്ലേഡ് ഉപയോഗിച്ച്, ഇരുമ്പ് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുന്നത്? ജയിലിന്റെ ഉള്ളിൽ നിന്ന് സഹായം കിട്ടാതെ നടക്കുമോ? പറഞ്ഞല്ലോ, CPMകാരുടെ സ്വന്തം ജയിലാ. അപ്പൊ ഇത് ന്യായീകരിക്കണം. അങ്ങനെ എത്ര കാര്യങ്ങൾ. ഏറ്റവും അവസാനം നമ്മുടെ EP ജയരാജന്റെ വൃദ്ധസദനം പൂട്ടിപ്പോയി. അതിനി ന്യായീകരിക്കേണ്ടി വരുമോ? ദൈവത്തിനറിയാം. നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ. ഒരു കാര്യം പറഞ്ഞേക്കാൻ ഗോവിന്ദൻ മാഷേ, P ജയരാജനും നിങ്ങളുമായിട്ട് നല്ല ബന്ധമല്ലെന്ന് നമുക്കൊക്കെ അറിയാം. പാർട്ടിയിലെ പ്രശ്നങ്ങളെ, അല്ലാതെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ ഉണ്ടെന്നല്ല. പാർട്ടി കാര്യങ്ങൾ നിങ്ങൾ രണ്ടും 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. പക്ഷെ അദ്ദേഹത്തെ വിട്ടുകളയരുതേ. അദ്ദേഹത്തെ ഉപകരിക്കും. അദ്ദേഹമല്ലാതെ ഒരു മനുഷ്യൻ പോലും ഈ ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽ ചാട്ടമുണ്ടല്ലോ, അതിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പിനെ പഴിക്കേണ്ട എന്ന് പറഞ്ഞത് അദ്ദേഹം മാത്രമാണ്, വേറൊരാൾ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, പകൽഗാമിലെ കൂട്ടക്കൊലയുണ്ടല്ലോ, അതിർത്തി കടന്നു വന്ന ഭീകരന്മാര് 26 ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന, അതുമായിട്ട് താരതമ്യപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു മികവ് പ്രകടിപ്പിക്കുന്ന P ജയരാജനെ കൂടെ കൂട്ടണം. ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ ജനങ്ങളെ, നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന്റെ സഹായം ഉപകരിക്കും. ഗോവിന്ദൻ മാഷേ, ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രസംഗം. ഇനി ധാരാളം കഥകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് സഖാവ് M സ്വരാജിനെ രക്ഷിച്ചെടുക്കാൻ ഇത്തരത്തിലൊരു തിക്കുമുട്ട് കാണിക്കേണ്ട കാര്യമില്ലെന്നാണ് പുറത്തു നിൽക്കുമ്പോൾ തോന്നുന്നത്. 1996 തെരഞ്ഞെടുപ്പ്, അതിന് LDFന് ഭൂരിപക്ഷം കിട്ടിയാൽ VS ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹം മാരാരിക്കൊടുത്ത് മത്സരിച്ചു. CPMന് പുല്ലുപോലെ ജയിക്കാവുന്ന മണ്ഡലമാണ്, മനസ്സിലായില്ലേ? അവിടെ പക്ഷെ അദ്ദേഹം തോറ്റു. ആ കഥകള് CPM നടത്തിയ കുറെ അന്വേഷണങ്ങൾ, റിപ്പോർട്ടുകൾ, അങ്ങനെ CPMന്റെ ഔദ്യോഗിക വേഷമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരും. 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും 1 സംസ്ഥാന കമ്മിറ്റി അംഗവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ആ തോൽവി എന്ന്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരും. VS മൺമറിഞ്ഞു പോയല്ലോ, ഇനി അതൊക്കെ പുറത്തു വരും. 1998 പാലക്കാട് സമ്മേളനം, അന്ന് VS 12 ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് നടത്തിയ അട്ടിമറി, അതിന്റെ കഥകള്, പിന്നാമ്പറ കഥകള് നമുക്ക് കേൾക്കണ്ടേ? പിന്നീട് കൈരളി ടെലിവിഷൻ ചാനൽ പാർട്ടിയുടെ അതിനുവേണ്ടി നടത്തിയ ധനസമാഹരണം, അപ്പോഴാണ് വൻകിട കോർപ്പറേറ്റുകളും പണക്കാരുമായിട്ടൊക്കെ പാർട്ടി എങ്ങനെ നേരിട്ട് അങ്ങോട്ട് ഇടപെടുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ. അങ്ങനെ സമ്പത്തിനോട് പാർട്ടിക്ക് ഒരു സന്തോഷം തോന്നി, ആർത്തി തോന്നി, ആഗ്രഹം തോന്നി. അതിനുശേഷമാണ് CPMലെ കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നത്. CPM സമ്പന്നരുടെ ഒരു പാർട്ടിയായിട്ട്, അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരോട് ചങ്ങാത്തം കൂടുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയത്.
അതിന്റെ കഥകളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുക. മലപ്പുറത്തെ അട്ടിമറി, പിണറായി വിജയൻ മിന്നൽ പിണറായിയായി മാറിയ സമ്മേളനം, VS-ന്റെ 12 സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു. ആ കഥ, അതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത്, പ്രവർത്തിച്ചത്, എങ്ങനെയാണത് നേടിയെടുത്തത് അറിയണ്ടേ? അതൊക്കെ പുറത്തു വരില്ലേ? പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ അറിയാക്കഥകളും അണിയറക്കഥകളും ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോഴ് അതാ പറഞ്ഞത്, ജീവിച്ചിരുന്ന VS-നേക്കാൾ CPM പേടിക്കേണ്ടത് മൺമറഞ്ഞു പോയ VS-നെയാണെന്നാണ്. പെരുപ്പങ്കോട് മുരളി VS അച്യുതാനന്ദന്റെ ഒരു ജീവചരിത്രം എഴുതുന്നുണ്ട്. VS ഒരു കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന അതിന്റെ പേര്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയപ്പോഴേക്കും ഇത്രയും പൊക്കാറും കലാപവുമാണെങ്കിൽ അദ്ദേഹം പുസ്തകം ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് കോന്നുമാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. പിരപ്പങ്കോട് മുരളിച്ചേട്ടന്റെ പുസ്തകം ഏത് ലൈനിലായിരിക്കും നമുക്കിപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനോരമ ലേഖനം, പിന്നീട് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങൾ, അപ്പൊ ആ ലൈൻ നമുക്ക് പിടികിട്ടി. അതിന് ബദലായിട്ട് ഒരു പുസ്തകം ഇറക്കുകയാണ് ഇതിന് ചെയ്യാവുന്നത്. ബദലായിട്ട് ഒരെണ്ണം അതിപ്പോഴേ എഴുതി തുടങ്ങണം. എങ്കിലേ മറ്റേത് പുറത്തു വരുമ്പം നമ്മുടെ പുസ്തകവും പുറത്തു വരത്തുള്ളൂ.